ഇസ്രായേലിന് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഹിസ്ബുള്ള തലവൻ നെയിം കാസിം രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുതുതായിട്ട് വരുന്നത്. 60 ദിവസത്തെ വെടിനിർത്തൽ ലംഘിക്കുന്ന തരത്തിലുള്ള പ്രൊവോക്കേഷൻസ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുകയാണ്. ഇസ്രായേൽ കൂടുതൽ പ്രൊവോക്കേഷനുമായിട്ട് മുന്നിട്ട് വന്നാൽ തങ്ങൾ കൃത്യമായ മറുപടി ഇസ്രായേലിന് നൽകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരിട്ട് നൽകിയ ഒരു പ്രസ്താവനയിൽ നെയിം കാസിം വ്യക്തമാക്കുന്നു. ലെബനീസ് ഗ്രൂപ്പിനോട് കളിക്കരുത്, ഞങ്ങളുടെ ക്ഷമ നശിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നും അത് തടയാനുള്ള ശേഷി ഇസ്രായേലിന് ഉണ്ടാകില്ല എന്നും നെതന്യാഹുവിന് നേരിട്ട് സന്ദേശം നെയിം കാസിം നൽകുകയാണ്. ഹൂത്തികളിൽ നിന്ന് ശക്തമായ ആക്രമണം ഇസ്രായേൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നെയിം കാസിം ഇസ്രായേലിനെ കൃത്യമായ സന്ദേശം നൽകുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയും ഇതിനുണ്ട്. തങ്ങളുടെ ഭൂമിയിലേക്ക് കയറി നടത്തുന്ന ഏത് ആക്രമണത്തെയും തങ്ങൾ ശക്തമായി നേരിടുമെന്നും ഇസ്രായേലിൻ്റെ എല്ലാ തരം ആക്രമണ സ്വഭാവവും തങ്ങളോടെടുത്താൽ വലിയ തരത്തിലുള്ള മറുപടി തങ്ങൾ നൽകും എന്നാണ് നെയിം കാസിം വ്യക്തമാക്കുന്നത്. 60 ദിവസം വരെയുള്ള വെടിനിർത്തൽ ലംഘിക്കപ്പെടാൻ ഹിസ്ബുള്ള ആഗ്രഹിക്കുന്നില്ലെന്നും ഇസ്രായേലാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇസ്രായേലിന് വലിയ തരത്തിലുള്ള തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇസ്രായേലും ഈ ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ യാഥാർത്ഥ്യമായത്. വെടിനിർത്തൽ കാലയളവിൽ ഹിസ്ബുള്ള കൂടുതൽ ശക്തി കൈവരിക്കുന്നത് തടയാനാണ് വെടിനിർത്തൽ ലംഘിക്കുന്ന തരത്തിലുള്ള ചില പരിപാടികളും ആക്രമണങ്ങളും അതിർത്തിയിൽ നടത്താൻ ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 60 ദിവസത്തെ വെടിനിർത്തലിന് ശേഷം കൂടുതൽ ശക്തിയോടെ ഹിസ്ബുള്ള വന്നാൽ തങ്ങൾക്കത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഇസ്രായേലിനറിയാം. ഏതായാലും വെടിനിർത്തലിനെയോ വാക്കിനെയോ വ്യവസ്ഥയോ അംഗീകരിക്കാത്ത, എല്ലാത്തിനെയും അതിലംഘിക്കുന്ന, എല്ലാത്തിനെയും തെറ്റിക്കുന്ന ഇസ്രായേലിൻ്റെ ക്രൂര നിലപാടിനെതിരെ ശക്തമായിട്ടാണ് ഹിസ്ബുള്ളയുടെ തലവൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ പണികൾ പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഹൂത്തികളുടെ ഇടയിൽ അത് പരാജയപ്പെട്ടു. ഇപ്പോൾ ഹിസ്ബുള്ളയുമായി വെടിനിർത്തലിൽ ഏർപ്പെട്ടെങ്കിലും തങ്ങളുടെ തോൽവി ഇസ്രായേലിനെ മനസ്സിൽ സമാധാനം കാംക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹിസ്ബുള്ളയെപ്പോലുള്ളൊരു ഗ്രൂപ്പിനോട്, ഒരു മിലീഷ്യ ഗ്രൂപ്പിനോട് പോലും സന്ധിയാകേണ്ടി വന്ന ഗതികേട് ഓർക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പ്രൊവോക്കേഷൻ ഉണ്ടാകുകയാണെന്നാണ് ഇവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും ശക്തമായ ഭാഷയിലാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ വാൺ ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് നിലവിൽ ഹിസ്ബുള്ളയുടെ ഭീഷണി വലുത് തന്നെയാണ്. കാരണം ഹൂത്തികളിൽ നിന്നും ശക്തമായൊരു ആക്രമണം അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഹൂത്തികൾ തലങ്ങും വിലങ്ങും അടിക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കാം ഹിസ്ബുള്ളയും സമാന രീതിയിലുള്ള പ്രസ്താവനയായി വന്നിരിക്കുന്നത്.